ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കുറേയധികം സർവേ റിസൾട്ടുകൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള കുറേയധികം സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുറേയധികം സർവേ റിസൾട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലായ സർവേയാണ്. അതായത് മോദിക്ക് അല്ലെങ്കിൽ BJPക്ക് വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ ഈ സർവേയിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് News18 സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ 88% പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നു എന്നാണ് News18 നടത്തിയ സർവേയിൽ വ്യക്തമായ കാര്യമെന്ന് പറയുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ പഹൽഗ്രാം ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു സർവേ നടത്തിയത് News18. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ രാജ്യത്തുടനീളമുള്ള 88% ആളുകളും ദേശീയ താൽപ്പര്യവും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നുവെന്ന് News18 സർവേ കണ്ടെത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സർവേ നടത്തിയത് തന്നെ. News18 സർവേ പ്രകാരം ദേശീയ താൽപ്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മോദിയിൽ വിശ്വാസമുള്ള 14,671 പേരിൽ നടത്തിയ ഈ ഒരു സർവേയിൽ 88% പേരും മോദിക്ക് അനുകൂലമായിട്ടാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി മോദിയിൽ തന്നെയാണ് വിശ്വാസമുള്ളതെന്ന് 14,671 പേരിൽ നടത്തിയ സർവേയിൽ 88% പേരും പറഞ്ഞിരിക്കുന്നു മോദിയിലാണ് വിശ്വാസമെന്ന്. കൂടാതെ പ്രതികരിച്ചവരിൽ 11% പേർക്കും ഒട്ടും വിശ്വാസമില്ല ഈ ഒരു സർവേ എന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു സർവേ കൂടാതെ തന്നെ സീ വോട്ടർ നടത്തിയ ഒരു സർവേ റിസൾട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നരേന്ദ്രമോദി 2029 പ്രധാനമന്ത്രിയായി തുടരാനായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി വരുമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണത്തിൽ വളരെയധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് തന്നെ. രാഹുൽ ഗാന്ധിയിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർവേകൾ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള സീ വോട്ടർ സർവേയും അതോടൊപ്പം തന്നെ News18 സർവേയും വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും BJPക്ക് അനായാസ വിജയം ഉണ്ടാകുന്ന തരത്തിലോട്ട് നരേന്ദ്രമോദിയെ തന്നെ പ്രധാനമന്ത്രിയാക്കി ജനങ്ങൾ മാറ്റുമെന്ന തരത്തിലുള്ള സർവേ തന്നെയാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന സർവേയിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2029 അവർക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദിയുടെ ഗ്രാഫ് വളരെ വലിയ തോതിൽ പഴയതിനേക്കാൾ ഉയർന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJPയിലുള്ള വിശ്വാസം, നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ സർവേയിലൂടെ.